വെള്ളം കുടിക്കുക. ഇത് ഖുർആന്റെ കൽപ്പനയാണ്. ഇതൊരു ഭൗതിക കാര്യമൊന്നുമല്ല. വഷ്റബു എന്നത് ഖുർആനിലുള്ളതാ. നിങ്ങൾ വെള്ളം കുടിക്കുക. ഏത് വെള്ളം കുടിക്കേണ്ടത്? പച്ചവെള്ളമാണ്. വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് വെള്ളത്തിന്റെ അംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങളും ഭക്ഷ്യവസ്തുക്കളും കഴിക്കുന്നതും നല്ലതാ. ഈ കാലം പല കാരണത്താൽ ചൂട് കൂടിയിട്ടുണ്ട്. ഒന്ന്, ഓസോൺ പാളിക്ക് സുഷിരങ്ങൾ വീണിട്ടുണ്ട്. സൂര്യരശ്മി നേരിട്ട് ശരീരത്തിൽ പതിക്കാതിരിക്കാൻ അള്ളാഹു വെച്ച ഒരു വലിയ സംവിധാനമാണ് ഓസോൺ പാളി. ഈ ഓസോൺ പാളിക്ക് CFC കോമ്പൗണ്ട് പോലത്തെ, ക്ലോറോ ഫ്ലൂറോ കാർബൺ പോലത്തെ മാരകമായ ചില വിഷവസ്തുക്കള് അന്തരീക്ഷത്തിൽ പടർന്ന് പൊന്തിയിട്ട് സുഷിരങ്ങൾ വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യതാപം താങ്ങാൻ പറ്റുന്നതിനും അളവിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ഒരു ബിൽഡിംഗ് നിർമ്മാണ രീതി എന്ന് പറയുന്നത് പൂഴിയും സിമെന്റും മെറ്റലുകളും കമ്പിയൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇത് സൂര്യതാപം കൊണ്ട് ചൂടാകും. ഈ ചൂടായത് അതിൽ രാത്രി കടന്നുറങ്ങുന്നവന് നന്നായിട്ട് എഫക്ട് ചെയ്യും. അങ്ങനെയും ചൂട്. പിന്നെ മാത്രമല്ല, സ്പൈസി ഫുഡാണ് നമുക്കിഷ്ടം. എരുകൂടിയ ചിക്കൻ, ചെമ്മീൻ, അയില പോലത്തെ ചൂട് ശരീരത്തിൽ കൂടുതൽ ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. എണ്ണ കൂടുതൽ ചേർന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. അപ്പൊ ചൂട് പിന്നെയും. അപ്പോ ശരീരത്തിന്റെ ഉള്ളിൽ ചൂട്, ശരീരത്തിന്റെ പുറത്ത് ചൂട്, താമസിക്കുന്നിടത്ത് ചൂട്, ആകാശത്തിൽ ചൂട്, അന്തരീക്ഷത്തിൽ ചൂട്. ടോട്ടലി ചൂട് വല്ലാതെ വർദ്ധിച്ച കാലത്ത് മാരകമായ രോഗങ്ങൾ വരും. ക്യാൻസർ അടക്കം മാരകമായ രോഗങ്ങൾക്ക് ചൂടിന്റെ വർധനവ് വലിയ കാരണമായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ഹൃദയാരോഗ്യത്തിന് വെള്ളം കുടിക്കണം എന്നതാണ്. ശുദ്ധമായ പച്ചവെള്ളം നന്നായി കുടിക്കുക. ഇതാണ് അതിലെ പ്രധാന പോയിന്റ്. പിന്നെ ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങള്, കറിക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിക്കാം. രാത്രി, പ്രത്യേകിച്ചും ചൂട് കാലമാണ്, രാത്രി നേരത്തൊക്കെയുള്ള ഭക്ഷണത്തിൽ പ്രത്യേകിച്ചും ഹൃദയശക്തി കുറഞ്ഞവർ, ഹൃദയ ബലഹീനർ, മസ്തിഷ്ക ബലഹീനർ, നരമ്പുമായി ബന്ധപ്പെട്ട തളർച്ച ഉള്ളവര് രാത്രി സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെള്ളരി അല്ലെങ്കിൽ കുമ്പളങ്ങ പോലത്തെ ഭക്ഷ്യവസ്തുക്കൾ കറിയായി ഉപയോഗിക്കുക. വെള്ളത്തിന്റെ അംശം കൂടുതലുള്ള ഭക്ഷ്യവസ്തുവാണ്. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ്. ഇന്നത്തെ കാലത്ത് വേറൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളം മോശമായി എന്നുള്ളതാണ്. കുഴപ്പങ്ങൾ വർദ്ധിച്ച കാലത്ത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ചതുപ്പ് നിലങ്ങളില്ലാണ്ടായി. നമ്മുടെ നാട്ടിലൊക്കെ അതേ പറയണത്, ചതുപ്പ് നിലങ്ങളില്ലാണ്ടായി. മഴ പെയ്താൽ തന്നെ വെള്ളത്തെ പ്രകൃതിയാൽ ശുദ്ധീകരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ വെച്ച സംവിധാനമുണ്ട്. ക്ലേ ടേബിളുകൾ, ഭൂമിയുടെ ലെയറുകളിൽ ഓരോ പാളി, അത് അരിപ്പകളായിട്ട് പെയ്തിറങ്ങുന്ന വെള്ളത്തെ ശുദ്ധീകരിക്കും. പലപ്പോഴും നമ്മൾ കുടിക്കേണ്ടി വരുന്ന വെള്ളം ഈ ശുദ്ധീകരണ പ്രക്രിയ ലഭിക്കാതെയാണെങ്കിൽ അത് വൻ അപകടം ഉണ്ടാക്കുന്ന പറയുന്നത്. നാട്ടിൽ വയലുകൾ ഇല്ലാണ്ടായത്, കണ്ടൽക്കാടുകൾ ഇല്ലാണ്ടായത്, ചതുപ്പ് നിലങ്ങൾ ഇല്ലാണ്ടായത് വലിയ അളവിൽ വെള്ളം ദൂഷ്യമാവുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് നാം പഠിക്കണം. മാത്രമല്ല, നിങ്ങൾ ദയവ് ചെയ്ത് നാട്ടുകാരോട് പറയേണ്ടത്, കുടുംബത്തിൽ വിളിച്ചു പറയേണ്ടത്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, മണ്ണിൽ ദ്രവിക്കാത്ത വസ്തുക്കള്, കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കല്യാണത്തിന്റെ വേസ്റ്റുകള്, നമ്മളെ സമൂഹത്തിന്റെ ഒരു മോശമായ ചിന്താഗതി കാണണം. ഡിസ്പോസിബിൾ ഗ്ലാസുകള്, ഡിസ്പോസിബിൾ പ്ലേറ്റുകള്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കോഴി മാംസത്തിന്റെ മാലിന്യങ്ങൾ, ചിക്കൻ ഷോപ്പുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കെട്ടിനിൽക്കുന്ന ചെറിയ വെള്ളത്തിന്റെ തടാകങ്ങളിൽ കൊണ്ടുപോയി കളയാണ്. ഇങ്ങനെ പല നിലയിലും വെള്ളം ചീത്തയായിക്കൊണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ വെള്ളം കിട്ടാൻ സാധ്യതയുള്ള നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കണം. വെള്ളം മോശമാവുന്ന പ്രവർത്തികൾ, വെള്ളം മോശമാവാൻ കാരണമാകുന്ന പ്രവർത്തികളൊന്നും നമ്മളിൽ നിന്നും വരരുത്. വെള്ളം നിലനിൽക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. എടുത്ത് തമാശക്കാണെങ്കിലും വന്നൊരു കാര്യം ഞാൻ ഓർമ്മിച്ചുവാണ്. പലരും വീടിന്റെ മുറ്റത്തും പരമാവധി വിശാലമായും ഇന്റർലോക്ക് ചെയ്തു. ഭംഗിക്ക് വേണ്ടിയാണ്. തീരെ വിടവില്ലാതെ ഇന്റർലോക്ക് ചെയ്യുമ്പോൾ വെള്ളം ഒരിക്കലും ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല. എന്നിട്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, വെള്ളത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു വിരോധാഭാസം സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്തയാണ്. ചിന്തിക്കാൻ വക നൽകുന്ന ഒരു വാർത്തയാണ്. പല കാരണങ്ങളാൽ ജലദൗർലഭ്യം നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വെള്ളം പാഴാക്കി കളയാതിരിക്കുക. വെള്ളം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. വെള്ളം ഒരു നിലയിലും പാഴാക്കി കളയരുത്. പലരും വളരെ ലാഘവത്തോടെ, പ്രത്യേകിച്ചും പൈപ്പ് സംവിധാനം വന്നപ്പോ എത്ര വെള്ളാന്നറിയോ പാഴായി പോകുന്നത്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെ പഴയകാലത്തെ ഹൗദ് വന്നതുകൊണ്ട് പള്ളിയിലെ വെള്ളം അത്ര പോവില്ല. പല പള്ളിയിലും വെള്ളം പാഴാക്കരുത് എന്ന് ബോർഡ് എഴുതി വെക്കേണ്ടി വന്നതുകൊണ്ടാ. അതിനേക്കാൾ നല്ലത് ഹൗദ് മാത്രം നിർമ്മിച്ചാൽ മതിയായിരുന്നു.
ഹൗദിൽ നിന്ന് വുളു എടുക്കുന്നതിന് പകരം നമ്മൾ പള്ളിയിലെ പൈപ്പിൽ നിന്നാണ് വുളു എടുക്കുന്നതെങ്കിൽ പൈപ്പ് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം കഴുകാൻ വെള്ളം ഇങ്ങോട്ട് എടുത്താൽ ഇത് ഓഫാക്കാൻ കഴിയുമോ? അപ്പത്തേക്ക് വെള്ളം ഇരുന്ന് പോകില്ലേ? അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഈ പോകുന്ന വെള്ളം അതിനാ പാഴാവൽ എന്ന് പറയാ. അത് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് അല്ലേ? എങ്ങനെ നമ്മൾ പൈപ്പ് തിരിച്ചു വെള്ളം എടുത്തു ഇങ്ങോട്ട് പോവാണ്, വേറെന്ത് ചെയ്യാൻ പറ്റുക? വേറെ വെള്ളമില്ല, വുളു എടുക്കണ്ടേ? ശ്രദ്ധിക്കാൻ പറ്റുന്ന ആൾ ശ്രദ്ധിച്ചോളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പൊക്കണിയും താക്കണിയും ചെയ്യുന്ന പൈപ്പാവണം. വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നു, വെള്ളം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് മതിയായ അളവിൽ വെള്ളം കുടിക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പെൺകുട്ടികളിൽ പല സ്ത്രീകളും വെള്ളം കുടി വളരെ കുറവാണ്. ഏറ്റവും വലിയ മൂത്രാശയ ദൂഷ്യ രോഗങ്ങൾ വെള്ളം കുടിയുടെ കുറവിന്റെ പേരിൽ സ്ത്രീകൾക്ക് വരുന്നു. ഗർഭകാലത്തെ പ്രശ്നങ്ങൾ സ്ത്രീകളിൽ വ്യാപിക്കുന്നു. ഗർഭകാലത്തായാലും അല്ലെങ്കിലും സ്ത്രീകൾ വെള്ളം കുടിക്കുന്നത് കുറയുന്നത് കൊണ്ടുള്ള ഒരുപാട് ദുരിത പ്രശ്നങ്ങൾ പറയാനുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഹൃദയശക്തിയുമായി ബന്ധപ്പെട്ട കാര്യം എന്ന നിലയിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തൽക്കാലം പോകുന്നില്ല. കൗമാരപ്രായം മുതൽ പെൺകുട്ടികളെ നന്നായി വെള്ളം കുടിപ്പിച്ച് ശീലിക്കണം. പെൺകുട്ടികളുള്ള വീട്ടുകാര് കൗമാരപ്രായത്തിൽ നന്നായി വെള്ളം കുടിച്ച് ശീലിപ്പിക്കണം പെൺകുട്ടികളെ കൊണ്ട്. ഗർഭിണികൾ പ്രത്യേകിച്ചും നന്നായി വെള്ളം കുടിക്കണം. നല്ല തണുത്ത കിണറിൽ നിന്ന് കോരിയ വെള്ളം കുടിക്കണം. പ്രഭാതത്തിൽ ശേഖരിക്കുന്ന വെള്ളത്തിന് ഗുണം കൂടും. കുടിക്കാൻ വേണ്ടി കിണറിൽ നിന്ന് പ്രഭാതത്തിൽ ശേഖരിക്കുന്ന വെള്ളത്തിന് ഗുണം കൂടും. അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. പ്രഭാതം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സുബഹിന് മുമ്പുള്ള സമയമാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയാറുണ്ട്, ഈ ഹജ്ജ് പെരുന്നാളിന്റെ അന്നേ ദുൽഹിജ്ജ 10-ന്റെ അന്ന് കോരുന്ന വെള്ളം സംസമാണ്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇത് വിവരമില്ലാത്ത വർത്താനാണ്, നിങ്ങൾ ആരും വിലയിരുത്തണ്ട. ഇത് വിവരമില്ലാത്ത മനുഷ്യന്മാരുടെ വർത്താനാണ് നിങ്ങൾ വിലയിരുത്തണ്ട. ഭൂമിയിലെ ഓരോ ഘടകത്തിനും ഓരോ ദിവസങ്ങളിൽ പ്രത്യേക ഗുണങ്ങൾ ഉണ്ടാകും. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി നിങ്ങളുടെ ശരീരത്തിന് ശക്തി കൂടും. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കോ? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും ശക്തി കൂടുന്ന ദിവസം വ്യാഴാഴ്ച രാത്രിയാണ്. അതുകൊണ്ടല്ല നമ്മളെല്ലാം നാട്ടിലെ പള്ളിയിൽ നിന്ന് ഉസ്താമാരൊക്കെ വ്യാഴാഴ്ച രാത്രി നാട്ടിൽ പോണില്ലേ? നിങ്ങളൊന്നും മനസ്സിലാക്കില്ല. ഞാനൊക്കെ വെള്ളിയാഴ്ച രാത്രിയാണ്. നാട്ടുകാർക്ക് ഇത് അറിയാത്തോണ്ട് ഓർ പിന്നെ എപ്പം വെറുക്കുന്നേ, അവർക്ക് ഇനി ഇത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, വ്യാഴാഴ്ച രാത്രി നമ്മളെ നാട്ടിലെപ്പോ കല്യാണം കൂടുതൽ നടക്കൽ എപ്പോഴാ? വ്യാഴാഴ്ചയാണ്. ഇതൊന്നും വിവരമില്ലാണ്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയത്. ചില ദിവസങ്ങൾക്ക് ചില സമയങ്ങൾക്ക് പ്രത്യേകത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാണ്. നിങ്ങൾ പഠിച്ചോളി. ഇതൊക്കെ പഠിച്ച ഗുണമുള്ള കാര്യമാണ്. ക്ലാസ് ഒന്നും എപ്പോഴും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അപ്പോ പിന്നെ എന്ന പോലെ ഇപ്പൊ ശ്വസിക്കാൻ, നേരത്തെ പറഞ്ഞില്ല, ശ്വസിക്കാൻ ഏറ്റവും നല്ല സമയതാ സുബഹിന് മുമ്പാണ്. സുബഹിന് മുമ്പ് ഉണർവോടുകൂടി നന്നായി ശ്വാസോച്ഛ്വാസം ചെയ്താൽ നല്ല ഗുണമാണ്. പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഓക്സിജൻ സുബഹിന് മുമ്പ് ഉണ്ടാകും അന്തരീക്ഷത്തിൽ. സ്വർഗീയ പ്രഭ നിറഞ്ഞ ഇതൊരു ആത്മീയ ഭാഷയാണ്, ഇതൊരു സയന്റിഫിക് സ്ലാങ് അല്ല കേട്ടോ. സ്വർഗീയ പ്രഭ നിറഞ്ഞ വായുമണ്ഡലം സുബഹിന് മുമ്പ് ഫജ്ർ സ്വാദിക്കിന്റെ സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാവും. ഫജ്ർ സ്വാദിക്കിന്റെ സമയത്ത് ഏതൊരു കാര്യത്തിലും ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ള സമയം, അഭിവൃദ്ധിയുള്ള സമയം, ബർക്കത്തുള്ള സമയം ഏതാണ്? ആ സമയം സുബഹിന് മുമ്പുള്ള സമയം. ആ സമയത്ത് ഉണർവോടുകൂടി ശ്വാസം കഴിച്ചാൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും ശരീരത്തിൽ. എന്നതുപോലെ ആ സമയത്ത് ശേഖരിക്കുന്ന വെള്ളം ഏത് സമയത്ത്? ഗൾഫിൽ നടക്കൂല, നാട്ടിൽ വിളിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇത് പ്ലാസ്റ്റിക്കിൽ നേരത്തെ എടുത്തു വെച്ചില്ലേ? ഞാൻ നാട്ടിലെ കഥയാ പറയണത്. ഇനി ഒന്നല്ലെങ്കിലും പലരും ഇപ്പൊ പോകാൻ ഒരുക്കി നിൽക്കുകയല്ലേ. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, രാവിലെ നിങ്ങൾ വീട്ടിൽ വിളിച്ച് പറയണം എന്തൊക്കെയുണ്ട് വിശേഷം, കുട്ടികളെ കാര്യമൊക്കെ ചോദിക്കുന്നതോടൊപ്പം ഇനി മുതൽ രാവിലെ വെള്ളം കോരി വെക്കണം. ഹജ്ജ് പെരുന്നാൾക്ക് എന്തായാലും കോരിക്കോ, അത് സംസം പോലെ ആവാൻ സാധ്യത ഉണ്ട്. അത് ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങൾ നൽകാൻ സാധ്യത ഉണ്ട്. ബർക്കത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇബ്രാഹിമിയത്തിന് ഉപയോഗിക്കുന്നവരാ നമ്മള്. ബാരിക് അലാ മുഹമ്മദിൻ, അല്ലേ? ബാരിക് അലാ സയ്യിദന മുഹമ്മദിൻ കമ ബാറക്ത അലാ ഇബ്രാഹിമ ഒക്കെ വലിയ വിഷയമാണ് കേട്ടോ. ബാറക്ത അലാ ഇബ്രാഹിമ വലിയ വിഷയമാണ്. ആഫിയത്തിലെ ബർക്കത്ത്, ആയുസ്സിലെ ബർക്കത്ത്, ഇബ്രാഹിമിയത്ത് പഠിക്കാനുണ്ട്. അതിൽ ഇബ്രാഹിമിയത്ത് പഠിക്കാനുണ്ട്. എന്താ മനസ്സിലാക്കിയത്? ഏറ്റവും വലിയ സന്താന പരമ്പരയുടെ പിതാവാകാൻ മാത്രം ഭാഗ്യം ലഭിച്ച ഇബ്രാഹിം നബി അലിഹിസ്സലാം, ഇസ്ഹാഖ് നബിയിലൂടെയും ഇസ്മായിൽ നബി അലിഹിസ്സലാമിലൂടെയും വലിയ രണ്ട് സന്താന പരമ്പരകളുടെ പിതാവാകാൻ മാത്രം ഭാഗ്യം ലഭിച്ച ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശാരീരികമായ ബർക്കത്ത് പഠിക്കേണ്ട വിഷയമാണ്. എന്തിനാണ്? ബാരിക അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം. ഇത് പഠിക്കേണ്ട വിഷയമാണ്.
സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഗുണത്തെ അഷ്റഫുൽ ഖൽഖായ നബിമാരുടെ സയ്യിദായ സയ്യിദുൽ അംബിയ നബിമാരുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഒരു ഗുണത്തെ ഇബ്രാഹിം നബിക്കും അവരുടെ കുടുംബത്തിനും കൊടുത്തതുപോലെ, ഇബ്രാഹിം നബിക്കും അവരുടെ കുടുംബത്തിനും കൊടുത്ത പോലെ, ഏറ്റവും വലിയ സന്താന പരമ്പരയുടെ പിതാവ്, ലോകത്ത് ഏറ്റവും കൂടുതൽ നബിമാര് വന്ന സന്താന പരമ്പര ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഇസ്ഹാഖ് എന്ന പുത്രനിലൂടെയാണ്. ഇസ്ഹാഖ് എന്ന പുത്രനിലൂടെയാണ്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന് ഇസ്രായേൽ എന്ന പേരുണ്ട്. ഇസ്രായേൽ എന്ന നാട്ടിൽ തരീഖുൽ വഹി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തരീഖുൽ വഹി, ഏറ്റവും കൂടുതൽ നബിമാർ പാർത്ത ഇടം, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വഹി ഇറങ്ങിയ സ്ഥലം. മക്കത്ത് വന്ന അതുകൊണ്ടല്ലേ രോഗം മാറുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമോന്റെ കാല് മുട്ടിയ സ്ഥലത്ത് നിന്നല്ലേ സംസം ഉണ്ടായത്. ലിമാശ്വരി ബലഹു, വെള്ളത്തെ കുറിച്ച് പറയുന്നിടത്ത് പറയേണ്ട ഒരു കാര്യമല്ലേ അത്. ലിമാശ്വരി ബലഹു, ഏതൊന്നുദ്ദേശിച്ചാണോ സംസം കുടിക്കുന്നത് ആ ഒന്ന് നിങ്ങൾ എത്തിക്കപ്പെടും. വിശ്വാസികളുടെ കാര്യത്തിലാണ്, മുഅ്മിനുകളുടെ കാര്യത്തിലാണ്, മുസ്ലിമികളുടെ കാര്യത്തിലല്ല കേട്ടോ, മുഅ്മിനുകളുടെ കാര്യത്തിൽ. എത്ര ആള് സംസം കുടിക്കണം, എത്ര ആള് സംസം കുടിക്കണം. സംസം തീർന്നല്ല, എന്ത് കാര്യം ഉണ്ടായിരുന്നു? ഒരു കാര്യം ഉണ്ടായിട്ടില്ല. മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ ലിമാശ്വരി ബലഹു, ഈമാനും യഖീനൊക്കെ ഓർക്ക് പറഞ്ഞതാ. ലിമാശ്വരി ബലഹു, അള്ളാഹു സംസം കുടിക്കുമ്പോ എന്തൊക്കെ ഉദ്ദേശിക്കുന്നോ അത് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഭാഗ്യം തന്നെ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആരോഗ്യ വിഷയത്തിൽ, ദീർഘായുസിന്റെ വിഷയത്തിൽ, ആഫിയത്തിന്റെ വിഷയത്തിൽ വലിയ മാതൃകയുണ്ട് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമിൽ. അപ്പൊ ബർക്കത്ത്, ഹജ്ജ് പെരുന്നാളിന്റെ പുലർച്ചെ കോരുന്ന വെള്ള സംസമാണെന്ന് പറഞ്ഞ് നമ്മുടെ ഉമ്മമാര് നമ്മളെ കുടിപ്പിച്ചിരുന്നു. അത് കേവലം അറിവില്ലായ്മയല്ല, അറിവിന്റെ കടുപ്പ. കാര്യം ഓരോ പ്രഭാതത്തിലും കുടിക്കാൻ വേണ്ടി ശേഖരിക്കുന്ന വെള്ളത്തിൽ അമൂല്യമായ ഗുണമുണ്ട്. അതായത് ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ നൂറാനിയായ ഗുണമുണ്ട്. നൂറാനിയായ ഗുണമുണ്ട്. അള്ളാഹു പ്രത്യേകം നിക്ഷേപിക്കുന്ന പ്രകാശ ഗുണമുണ്ട്. അത് മനസ്സിലാകാനാണ് എല്ലാ ദിവസവും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ കുഞ്ഞുങ്ങളില്ലാത്തൊരു ദമ്പതിമാര് അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വെള്ളിയാഴ്ച പകലാവട്ടെ, ജുമഅക്ക് മുമ്പ്. വെള്ളിയാഴ്ച പകൽ, അതിന്റെ മാറ്റം അവരിൽ കാണും. ശാരീരികമായ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും ബർക്കത്തുடைய സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച പകലിൽ. വ്യാഴാഴ്ച അസ്തമിച്ച രാവ്, വെള്ളിയാഴ്ച പകൽ. എന്നാ വെള്ളിയാഴ്ച പകലിന് പ്രത്യേകതയുണ്ട്. ആ ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞിന്റെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, ശാരീരിക ശക്തി അപാരമായിരിക്കും. അപ്പൊ സമയത്തിന് പ്രത്യേകതയുണ്ട്. ഓരോ സമയത്തിലും നമ്മൾ സ്വീകരിക്കുന്ന വസ്തുക്കൾക്ക് പ്രത്യേകതയുണ്ട്. ഓരോ സമയത്തും നമ്മൾ സ്വീകരിക്കുന്ന വസ്തുക്കൾക്ക് പ്രത്യേകത ഉണ്ട്. നമ്മളുടെ സമീപനങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. നമ്മുടെ സംസാരങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. നമ്മുടെ സംസാരങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ദുആഇന് പ്രത്യേകതയുണ്ട്. അള്ളാഹു പരമാവധി കാര്യങ്ങൾ യഥാവിധി ചെയ്യുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പം വെള്ളം കുടിക്കുക, രാവിലെ ശേഖരിച്ച വെള്ളമാകുമ്പോൾ കുറച്ചുകൂടി ഗുണമുണ്ടാകും എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. അതിൽ പറ്റുമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയേണ്ടതില്ല. പരമാവധി സംസം കുടിക്കുക, പരമാവധി സംസം കുടിക്കുക. അരുവിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം കിട്ടുമെങ്കിൽ കുടിക്കുക. അന്തരീക്ഷ സംബന്ധമായ അറിവുള്ള പ്രകൃതി ശാസ്ത്രം അറിയുന്നവരോട് ചോദിച്ചിട്ട് അരുവിയിലൂടെ ഒഴുകുന്ന വെള്ളം കിട്ടുമെങ്കിൽ കുടിക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. കിട്ടുമെങ്കിൽ എന്നാ ഞാൻ പറഞ്ഞത്, കിട്ടുമെങ്കിൽ ശേഖരിച്ച് കുടിക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല, എവിടെ ഉണ്ടോന്ന് അറിയില്ല. നാട്ടിൽ കിട്ടും, നാട്ടിൽ കിട്ടും. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായ സമയത്ത് ശാരീരികമായും മാനസികവുമായിട്ടുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അരുവിയിലൂടെ ഒഴുകുന്ന വെള്ളം കുടിക്കാൻ പറഞ്ഞു. അത് വെറുതെ അങ്ങനെ പറഞ്ഞൊന്നുമല്ല. അരുവിയിലൂടെ ഒഴുകുന്ന വെള്ളം കുടിക്കാൻ പറഞ്ഞു. ആരോട്? മറിയം ബീബി റളിയല്ലാഹു തആല അൻഹായോട്. ഈത്തപ്പഴം കഴിക്കുക, റുത്തബ് കഴിക്കുക, കൂടെ വെള്ളം കുടിക്കുക. അരുവിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന് അതിൻ്റെതായ ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. പ്രത്യേകിച്ചും വലിയ മലയിടുക്കുകളിൽ നിന്ന് ഒഴുകി വരുന്നതാണെങ്കിൽ. പഴയ കാലത്തൊക്കെ ജനങ്ങൾ ഇത്തരം വെള്ളം ശേഖരിച്ച് കുടിക്കാറുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ ഒരു കാര്യം, മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾ
സാധാരണ ടൗൺഷിപ്പുകളിൽ താമസിക്കുന്നവരെക്കാൾ ആരോഗ്യമുള്ളവരാകുന്നതിന്റെ പിന്നിലെ ഒരു രഹസ്യം ഇതുകൂടിയാണ്. അരുവികളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് കുടിക്കാൻ അവർക്ക് അവസരമുണ്ട്. അതുപോലെ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന, ഹൃദയത്തിന്റെ ചില ഗുണങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന വെള്ളമാണ് ഇളനീർ വെള്ളം അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം. ഇതിപ്പോ ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല, നാട്ടിൽ കിട്ടും. പ്രത്യേകിച്ചും ഹൃദ്രോഗികൾ ഉണ്ടെങ്കിൽ അവര് വല്ലപ്പോഴൊക്കെ കരിക്കിന്റെ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഇളനീർ വെള്ളം കുടിക്കണം. കരിക്കിന്റെ വെള്ളമോ ഇളനീർ വെള്ളമോ ഹൃദയ സംബന്ധമായ ക്ഷീണമുള്ളവർ, ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ, ഹൃദയ സംബന്ധമായ ബലഹീനത ഉള്ളവർ കുടിക്കണം. പ്രത്യേകിച്ചും ഗർഭിണികൾക്ക് എല്ലാ ദിവസവും 100 മില്ലി, അങ്ങനെ ഒരു കണക്ക് തന്നെ പറയുന്നുണ്ട്. ഒരു ഗർഭിണിയായ സ്ത്രീ എല്ലാ ദിവസവും 100 മില്ലി വീതം വെള്ളം കുടിക്കുന്നത്, 100 മില്ലി വീതം കരിക്കിന്റെ വെള്ളം കുടിക്കുന്നത് ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ സഹായിക്കും. പക്ഷെ ഇവിടുന്ന് ആകുമ്പോൾ നടക്കുമെന്ന് എനിക്കറിയില്ല. നാട്ടിലേക്ക് അയക്കേണ്ടി വരും കേട്ടോ, നാട്ടിലേക്ക് അയക്കേണ്ടി വരും. മാത്രമല്ല അതിന്റെ ഒരു പ്രത്യേക രൂപം കൂടി ഞാൻ പറഞ്ഞുതരാം. സഹോദരിമാരുള്ളത് കൊണ്ട് അതിന്റെ ഒരു രൂപം കൂടി ഞാൻ പറഞ്ഞുതരാം. വെറും കരിക്കിൻ വെള്ളം മാത്രമാവാതെ നല്ല പഴുത്ത പപ്പായ കിട്ടുമെങ്കിൽ, നല്ല പഴുത്ത പപ്പായ, കർമൂസ, പല നാട്ടിലും പല പേരാണ്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ കപ്പക്കാന്ന് പറയും, എന്തോ ആവട്ടെ. ഈ വസ്തു പഴുത്തത്, നന്നായി പഴുത്തത് ഒരു 100 ഗ്രാം 100 മില്ലി കരിക്കിൻ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് ഉടച്ചെടുത്തിട്ട് ഗർഭകാലത്ത് ഒരു സ്ത്രീ സ്ഥിരമായി ഉപയോഗിക്കുന്നത് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ സഹായിക്കും. അനീമിയ തടയാൻ കാരണമായി തീരും. ശക്തിയുള്ള ഹൃദയം അവൾക്കും ഉണ്ടാവും, കുഞ്ഞിനും ഉണ്ടാവും. മനസ്സിലാക്കണം. പല സ്ത്രീകളും ഗർഭധാരണത്തിലൂടെയും പ്രസവത്തിലൂടെയും നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് അനീമിയ, വർദ്ധിച്ചു വരുന്ന അനീമിയ, വിളർച്ചാ രോഗം. രക്തം മതിയായ അളവിൽ ശരീരത്തിൽ ഇല്ലാണ്ടാവുന്ന രോഗം, വിളർച്ചാ രോഗം. നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ പൊതുവെ എന്തെങ്കിലും ജോലിയൊക്കെ ക്ഷീണിച്ച ഒരാളാണെങ്കിൽ, ജോലി ചെയ്ത് ക്ഷീണിച്ചവരൊക്കെ ആണെങ്കിൽ, ക്ഷീണം എപ്പോഴും തോന്നുന്നവരാണെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കുടിക്കുന്നത് ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കും. മനസ്സിലായില്ല? നമ്മുടെയൊക്കെ നാട്ടിലുണ്ടേ അല്ലേ, അവര് സോഡയിലാണ്, എന്തായാലും പറയാം, ലൈം സോഡ എന്ന് പറയും. ബെറ്റർ പച്ചവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഉപ്പ് ചേർത്ത് കുടിക്കുന്നത് ക്ഷീണത്തെ അകറ്റുന്നതോടൊപ്പം ഹൃദയത്തെ ആരോഗ്യമുള്ളതാക്കി തീർക്കും. അങ്ങനെ ഒരു പഠനം കൂടി നമുക്കതിൽ പഠിക്കാനുണ്ട്. കാരണം ഈ രൂപത്തിൽ കഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 70ഓളം രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്ന് പ്രഖ്യാപിച്ച അമൂല്യ ഔഷധ ഗുണമുള്ള ഒരു വസ്തുവാണ് ഉപ്പ്. പലരും ഇപ്പോൾ അത് കഴിക്കാൻ പേടിയുള്ളവരാണെന്ന് എനിക്കറിയാം, അല്ലേ? ഡോക്ടർമാർ അങ്ങനെ പറയും. അവര് പഠിച്ചത് അവര് പറഞ്ഞു, അവരെ കുറ്റം പറയണ്ട കേട്ടോ. അവര് പഠിച്ച സയൻസ് അവര് പറയണം. ഇപ്പം അമ്പലത്തിലെ പൂജാരി കുറെ ദൈവങ്ങളെ പൂജിക്കാനല്ലേ പറയുന്നത്. അദ്ദേഹം പഠിച്ചതാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ്. നമ്മളെന്താ പറയുന്നത്? നമ്മളെ പള്ളിയിൽ ഉസ്താദ് എന്താ പറയുന്നത്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. രണ്ടും കാര്യപ്പെട്ടവളാണ്, മനസ്സിലായില്ലേ? അപ്പൊ ആ ഡോക്ടർ അവര് പഠിച്ച പുസ്തകത്തിൽ അത് പറയുന്നു. നമ്മൾ സയ്യിദുനാ മുഹമ്മദ് റസൂൽ, നമ്മുടെ എല്ലാ കാലത്തെയും എക്കാലത്തെയും ഉസ്വത്തുൻ ഹസന, നമുക്ക് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് ശാസ്ത്രം, ജീവിത വഴി. 70ഓളം രോഗങ്ങൾക്ക് ശിഫയുണ്ട് ഉപ്പിൽ എന്ന് നേർക്ക് നേരെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അത് കല്ലുപ്പാണ്, പൊടിയുപ്പല്ല എന്ന് ഞാൻ പ്രത്യേകം പറയും ചെയ്യാം. പൊടിയുപ്പല്ല, പൊടിയുപ്പൊക്കെ തിന്ന് ഇങ്ങനെ തൈറോയിഡിന്റെ എല്ലാം പ്രശ്നം കൂട്ടാന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ സ്ത്രീകളിലായാലും മറ്റുള്ളവരിലായാലും ഇപ്പൊ വർദ്ധിച്ചത് നമ്മളൊക്കെ ഭക്ഷ്യ വസ്തുവായി ഉപ്പ് ഉപയോഗിക്കുന്ന പൊടിയുപ്പ. ദയവ് ചെയ്ത് കല്ലുപ്പിലേക്ക് തന്നെ മാറണം. ഇനി പൊടിയുപ്പയെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കല്ലുപ്പ് വാങ്ങിയിട്ട് പൊടിച്ചു വന്ന പൊടിയായല്ലോ. ഈ പെണ്ണുങ്ങൾക്കൊക്കെ വെറുതെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സമയം ഉണ്ടാവല്ലോ, പാക്കറ്റ് വാങ്ങിക്കൊണ്ടു കുത്തി പൊടിക്കന്നെ, എന്നാ കാണുമ്പോൾ പൊടിയുപ്പ് തന്നെ, ഗുണത്തിൽ കല്ലുപ്പായി. അത്ഭുതകരമായ ഔഷധ ഗുണമുള്ള വസ്തുവാണ് ഉപ്പ്. 70ഓളം രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്നാ പറഞ്ഞത്. മാത്രമല്ല ചെറുനാരങ്ങ കൂടി ചേർക്കുമ്പോൾ അത് വീണ്ടും ഗുണമുള്ളതായി. ചെറുനാരങ്ങ എന്ന് പറയുന്നത് അമൂല്യ ഔഷധ ഗുണമുള്ള വസ്തുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്ത ഉലമാക്കൾ, അതായത് ഇമാമിങ്ങൾ, ചെറുനാരങ്ങയിലെ അമൂല്യമായ ഔഷധ ഗുണത്തെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ചെറുനാരങ്ങയ്ക്ക് കഴിയും. ഉദര സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഔഷധമായി ചെറുനാരങ്ങ വരുന്നുണ്ട്. ചെറുനാരങ്ങ അമൂല്യമായ ഔഷധമാണ്.
അതിന്റെ തൊലി പോലും അമൂല്യമായ ഔഷധമാണ്. അപ്പൊ ചെറുനാരങ്ങ ലായനിയിൽ വെള്ളം ചേർത്ത് ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് ഹൃദയത്തിന് ശക്തി ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ട്